you're here with me. To be drunk and in love in New York City. Midnight into morning coffee, burning through the hours talking. Damn, I like me better when I'm with you. I like me better when I'm with you. I knew from the first time I'd stay for a long time, 'cause I like me better when I'm with you. I don't know what it is, but I got that feeling. Waking up in this bed next to you, swear the room, yeah, got no ceiling. If we lay, let the day just pass us by. I might get to too much talking, I might have to tell you something. Damn, I like me better when I'm with you. I like me better when I'm with you. I knew from the first time I'd stay for a long time, 'cause I like me better when I'm with you. Stay with me. Stay a while, oh. Stay a while, stay with me. Lay here with me. I like me better when I'm with you. I like me better when I'm with you. I knew from the first time I stayed for a long time, 'cause I like me better when I'm with you. സർവ നന്മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപര. ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപര. നന്ദി കൊണ്ടെൻ്റെയുള്ളം നിറയുന്നേൻ സന്നാഹമോടെ സ്തുതി പാടിടുന്നേൻ. ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് ദൈവമേ നീ പരിശുദ്ധനാവുന്നു.
ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ നിങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ നിങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ ഞങ്ങൾ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് നിങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ. ദിവസം സ്രോതലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ളവനേ മറിയമേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവനാണ്. ആമീൻ. ബാറക്കുമോർ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗവും അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളെ ഒന്നും നീ മറക്കരുത്. സർവശക്തനും മഹാകാരുണ്യവാനുമായ ദൈവമേ, അവിടുന്ന് സർവ്വത്തെയും സൃഷ്ടിക്കുകയും സർവ്വത്തെയും തൻ്റെ ഉള്ളം കയ്യിൽ വഹിക്കുകയും ചെയ്യുന്നവനാകുന്നുവല്ലോ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്യുകയും കുരിശിൽ നിറയ്ക്കപ്പെടുകയും ഉദ്ധാനം ചെയ്യുകയും ഞാൻ രണ്ടാമത് വരുമെന്നും ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ഉണ്ടാകുമെന്ന് അരുളി ചെയ്യുകയും ചെയ്തവനാകുന്നുവല്ലോ. അബ്രാനെയും കേവലം മണ്ണായിരുന്ന ഞങ്ങളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കുകയും ഈ പ്രപഞ്ചത്തിൻ്റെ പരിപാലകനാക്കുകയും മാലാഖമാരേക്കാൾ അല്പം മാത്രം താഴ്ത്തി ഞങ്ങളെ സൃഷ്ടിച്ചുവെങ്കിലും അവരോട് ചേർന്ന് നിന്നെ ആരാധിക്കുവാൻ വേണ്ടതായ കൃപകളും സാധ്യതകളും നൽകുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ ജീവിതയാത്രകളിലൊക്കെ സൃഷ്ടാവിനെ അറിഞ്ഞു ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്നാലും ഞങ്ങളുടെ ജീവിതയാത്രയിൽ അത്ഭുതകരമായി ഞങ്ങളെ വഴി നടത്തുന്നവൻ നീ ആകുന്നുവല്ലോ. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് കനാനെത്തുവോളം അവർ പ്രയാസപ്പെട്ട ഇടങ്ങളിലൊക്കെ മരുഭൂമിയിൽ മഞ്ഞ കൊണ്ടും പാറയിലെ വെള്ളത്താൽ അവരെ തൃപ്തിപ്പെടുത്തിയും ചെങ്കടലിനെ പിളർന്ന് വഴിയൊരുക്കിയും കനാലിലേക്ക് പ്രവേശിക്കുവാൻ അവർക്ക് കൃപകളെ ചൊരിഞ്ഞു കൊടുത്തതുപോലെ തമ്പുരാനെ ജീവിതയാത്രകളിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ പ്രതിസന്ധികളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും ഞങ്ങളെ അലട്ടുമ്പോഴും ഒക്കെ അവിടുന്ന് അത്ഭുതകരമായി ഞങ്ങളെ വഴി നടത്തണമേ. സ്വർഗീയ കനാനെ അവകാശമാക്കുവാൻ ഞങ്ങളെയും ഇടവരുത്തണമേ. പ്രത്യേകിച്ച് തമ്പുരാനെ ഈ ഭവനത്തെയും ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും തിരുമുൻപാകെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭവനം ഒരു വിവാഹ കൂദാശയ്ക്കായി ഒരുങ്ങുന്നുവല്ലോ. അവിടുന്ന് കാനാവിലെ കല്യാണ വിരുന്നിലേക്ക് കടന്നു ചെന്ന് ആ വിരുന്നിനെ പൂർത്തീകരിച്ചവനാകുന്നു. തമ്പുരാനെ നടക്കുവാനിരിക്കുന്ന വിവാഹ കൂദാശയെ തിരുമുൻപാകെ സമർപ്പിക്കുന്നു. പട്ടക്കാരൻ്റെ കരങ്ങളാൽ അവിടുത്തെ സാന്നിധ്യത്തിൽ ആ കൂദാശ പൂർത്തീകരിക്കുവാൻ അവിടുന്ന് ഇടവരുത്തണമേ. പ്രത്യേകിച്ച് ഈ കൂദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഇരു മക്കളെയും തിരുമുൻപാകെ സമർപ്പിക്കുന്നു. വെല്ലുവിളികൾ നിറഞ്ഞതായ ഈ ലോക യാത്രയിൽ ക്രൈസ്തവ സാക്ഷ്യത്തോടെ മുമ്പോട്ട് ജീവിക്കുവാൻ വേണ്ട കൃപകളെ അവർക്ക് ചൊരിഞ്ഞു കൊടുക്കണമേ. പരസ്പരം തങ്ങൾ തിരഞ്ഞെടുത്തതല്ല എന്നും ദൈവമാണ് ഞങ്ങളെ കൂട്ടിച്ചേർത്തതെന്നുള്ള പൂർണ്ണ ബോധ്യം അവർക്ക് നൽകണമേ. മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല എന്ന് കണ്ട് അവന് തക്കതായ തുണ നൽകിയവനായ കർത്താവേ, മനുഷ്യകുലത്തിൻ്റെ ജീവിതയാത്രകളിലൊക്കെ അത്ഭുതകരമായി ഇടപെട്ടവൻ നീ ആകുന്നുവല്ലോ. പ്രിയമക്കളുടെയും ജീവിതയാത്രകളിൽ ഇടപെടണമേ. അവർക്ക് ജീവിതത്തിൽ നൊമ്പരങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോഴൊക്കെ അവരെ ആശ്വസിപ്പിക്കണമേ. അവിടുന്ന് കൂടെയുണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഇരു കുടുംബങ്ങളെയും തിരുമുൻപാകെ സമർപ്പിക്കുന്നു. ഈ പരിശുദ്ധ കൂദാശയിലൂടെ ഒന്നാകെ ചേർന്ന ഇരു കുടുംബവും എന്നാളും സ്നേഹത്തിലും ഐക്യത്തിലും സന്തോഷത്തിലും ജീവിക്കുവാൻ ഇടവരണമേ. ക്രൈസ്തവ സാക്ഷ്യത്തോടെ എല്ലാവർക്കും മാതൃകയുള്ളൊരു ജീവിതം ക്രമപ്പെടുത്തുവാൻ അവരെ സഹായിക്കണമേ. വിവിധ ഇടങ്ങളിൽ നിന്നായി ഈ പരിശുദ്ധ കൂദാശയ്ക്കായി ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. യാത്രാമധ്യേ കാത്തുകൊള്ളണമേ, പരിപാലിക്കണമേ. അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കാത്തു പരിപാലിച്ച് ഈ വിവാഹ കൂദാശയിൽ എത്തിച്ചേരുവാനും പ്രിയ മക്കളെ അനുഗ്രഹിക്കുവാനും ഇടവരണമേ. അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും നല്ല നാരങ്ങളാൽ നിറയ്ക്കുകയും ചെയ്തവനായ കർത്താവേ, ഈ പ്രിയ മക്കൾക്ക് നല്ല ദാനങ്ങളെ അവിടെ നൽകണമേ. ഇവരുടെ സാക്ഷ്യമുള്ള ജീവിതം കണ്ട് സന്തോഷത്തോടെ ഇരിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സാക്ഷികളായ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ഇടവരുത്തണമേ. ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയി ഇമ്പങ്ങളുടെ പർദീസയിലായിരിക്കുന്ന പ്രിയദാസനെ അവിടുത്തെ സന്നിധിയിൽ ചേർത്ത് കൊള്ളണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയ സകലരെയും അവിടുത്തെ വലതുവശത്തിന് ഓഹരി കണ്ടെത്തുവാൻ ഇടവരുത്തണമേ. ആയുധ പരിശുദ്ധ കന്യക മറിയ അമ്മയുടെയും ഇന്ത്യയുടെ കാവൽ പിതാവായ മോർ തോമാസ് ശ്ലീഹായുടെയും പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹോദരന്റെയും ശേഷം ചില ശുദ്ധിമാന്മാരുടെ ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാലും അപേക്ഷകളാലും തന്നെ ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നാം എല്ലാവരുടെയും കൂടെ ഇന്ന് വന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. Light of day or black of night,
സ്തുതി. സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. പാലിക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടി സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവരാകുന്നു. ശുദ്ധമുള്ള കന്യകമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ആമേൻ. പ്രിയമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ആരംഭവും ആനന്ദത്തിൻ്റെ പൂർത്തീകരണവും നിന്നോടുകൂടിയും നീ മുഖാന്തരമുണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. അവിടുത്തെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും അവിടുത്തെ ദയയാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെട്ടവരായ സർവ്വവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പ്രതിപത്രമാവാം ദൈവമേ, അവിടുത്തെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും അവിടുത്തെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ഒത്തത്തിൻ പ്രകാരം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. നന്നായി കഴുകി എന്റെ പാപങ്ങൾ വെളിപ്പാക്കണമേ. എന്റെ പാപങ്ങൾ എപ്പോഴും ഇരിക്കുന്നു. ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായതി അനുഭവിച്ചു, പാപങ്ങൾ എൻ്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങളെ നീ അറിയിച്ചു. നിന്റെ സ്വഭാവങ്ങളുടെ മേൽ കളിക്കണമേ. ഞാൻ വെടിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ വെണ്മയാക്കണമേ. കുറച്ചു മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും,
എൻ്റെ പാപങ്ങൾ നിന്റെ മുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങൾ ഒക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, വെളിപ്പെടുത്തൽ സൃഷ്ടിക്കണമേ, സ്ഥിരതയുള്ള ആത്മാവിനെ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിനെ തള്ളിക്കളയരുതേ, നിന്റെ വിശുദ്ധാത്മാവിനെ വിളിയരുതേ. എന്നാലോ നിന്റെ ആനന്ദനിഷ്ഠയുടെ എന്നെ തൃപ്തികളെ മാത്രമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അധികമാക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, ഭാവികൾ നിങ്ങൾക്ക് തിരികെയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്ഷിച്ചുകൊള്ളണമേ. എന്റെ നാവിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, പറയണമേ, എന്റെ വായിന്റെ സ്തുതികൾ പാടും. എന്തെന്നാൽ ബലികൾ മനസ്സായില്ല, ഹോമബൽ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം ഞുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. പണിയണമേ, അപ്പോൾ നീതിബലികളും ഹോമബലികളും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലികളിൽ ആളുകൾ കയറും. ദൈവമേ, യോഗ്യമാവുന്നു. ബാരക്കുമോ വാസികളെ സന്തോഷിപ്പിച്ചോ. ഭക്തർ കരുണുക കരുണാബ്ദേ മശീഹ സന്തോഷം. തിരുസഭയെ മശീഹ വീട്ടപ്പോൾ പരിപാവന തനുരുതിരങ്ങൾ കൈകൊണ്ടാളവണം. മാനവർ വന്ദിച്ച് വാഴ്ത്തി പാടുന്ന തത്വരഹസ്യം സംഭോജ്യം താദാ വജരോഹ മുറിയോരാഹി മലരുവാദാ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷത്തോടെ അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യുവാൻ തക്കമുള്ള ഐക്യമത്യവരിലുണ്ടാകുകയും ചെയ്യണമേ. ബാറകിമോർ ഹോശോ വക്കൂല സുബാൻ ലഹുൽ മീൻ. നൽകുക നന്മൊഴി മാനസമേ, ഹല്ലേലൂയ സേവിക്കും ജ്ഞാനരചന എന്നുര ചെയ്യും. ോലം മാനാ
പതിനായിരമതിലുത്തമനാ പൂങ്കാവാടിസരായി ശുദ്ധൻ യാക്കോബിൻ ലതയിൽ രക്തൻ തൈലത്തിൽ മൃദുലൻ ലബനോൻ കാരകിലിൽ പാതിലിവൻ ദൈവസമൻ വിശ്രുതനാമിവനെ നാം വാഴ്ത്തിയിടുന്നു. സ്തോമത്കാലോസ് ബർഖുമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മരുന്നാളും മാഞ്ഞു പോകുന്നില്ല എന്നുള്ള നല്ല ഉന്നതയും സദാ നേരവും ഇടപെടാതെ കരേറ്റവനടിയങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. വിജാതീയ പത്രിയത്തിലേക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധമായ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്നെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കൾ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധമായ കടങ്ങളിൽ നിന്നും പാവങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളിന് സ്തുതി. തൻ്റെ സഭയുടെ വിവാഹത്തിലേക്ക് എല്ലാ വിജാതികളെയും സുജാതികളെയും ദീർഘവർഷന്മാരെയും സ്നേഹന്മാരെയും സ്ഥലവംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തൻ്റെ ദാസരുടെ മോതിരവാഴിൻ്റെ സമയത്ത് സരപെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും സമയങ്ങളിലും അടിയങ്ങൾ ആയുസ്സോടുകൂടി ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിൽ നിന്നും ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമൃദ്ധനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങൾ ഉറവുമായ ദൈവമായ കർത്താവേ, നീ അനശ്വരമായി വെടിപ്പുള്ള മുറോനും അനാന്തിതമായ നിലയിലില്ലാതുമായ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തൻ്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കി കരുണയോടെ സഹായിക്കുകയും തൻ്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നുള്ളതായ അതിൻ്റെ വിശ്വാസത്തെയും മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ ദൈവം തമ്പുരാനെ നീ തന്നെയാകുന്നു. നിന്റെ പരിശുദ്ധ സഭയ്ക്ക് നശിച്ചേ പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകി പരിമളവാസനോട് ദേവോടെ അതിനെ നീ നിറച്ചു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹ നിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോട് ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിനെ മോതിരമായിട്ട് നീ വെടിപ്പോടെ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ നീ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നിലവരത്താൽ നിന്റെ കൂടെ അതിനെ നീ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹന്മാർ മുഖാന്തരം ക്രമമായി അതിന് നീ പൂർണ്ണത പ്രദാനം ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങൾക്ക് ഓടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവനും ദൈവം തമ്പുരാനെ നീ തന്നെയാകുന്നു. ആകയാൽ ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ ആശ്രദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ സന്തോഷത്തോടുകൂടി അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമാരതിനാൽ വിശുദ്ധമായി തിരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടിയും ജ്ഞാനാസമ്പൂർണരും നിറവുള്ളവരുമായി തിരുവാൻ ഇടയാകണമേ. ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും ക്ലേശതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിനും പരത്തിനും അഭംഗമായവരെ സന്തോഷിപ്പിക്കണമേ. നശ്വരമായ മണവറിയിൽ ഇവരുടെ ആയുഷ്കാലമൊക്കെ വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഏറേന്മാരും മാലാഖന്മാരെ ഇടപെടാ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ.
കർത്താവേ, ഇതിനു മുമ്പ് സന്നിധിയിലായിരിക്കുന്ന ജനക്കൂട്ടത്തെയും പാവങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സഹോദരാക്കി തീർക്കുമാറാകണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും മുമ്പാകെ നിന്ന് തൃപ്തി വരാത്ത വിധം ഇടപെടാതെ നീ നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. വാർക്കും ദൈവം നിന്നതേ കടങ്ങളൊക്കെ പരിഹാരവും പാപങ്ങളൊക്കെ മോചനവും രണ്ട് ലോകങ്ങളിൽ നിന്ന് വന്നാണ് നാം കൈക്കൊള്ളുമാറാകട്ടെ. പതിവ്രതയാം പരിപാവന സഭയിൽ വാനോത്കാന്തൻ വീട്ടൊരു നേരം ശീമോന്യോ തന്നാനെന്നിവരെ ആഹ്വാനം ചെയ്തേൽപ്പിച്ചേവം വീടിൻ ഭരണം ശീമോന് സുവിശേഷം യോഹന്നാന് കൽപ്പിച്ചാറ്റിലേറിടും രക്തത്താൽ ഞാൻ വാങ്ങിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പിൻ. ബാരക്കുമോ മൂലം മാനാമുൽ മൂലം ഉൽമീനാമി നിഷ്ഠയും പിടിപ്പുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹ നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളവേ, തിരുവുമ്പാതെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മധ്യസ്ഥത മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്തിന് മധ്യസ്ഥനായി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാവുന്ന മധുരപരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഓശോ വബുകൂല സുബാൻ ലൗൽ മിൻ ബാറക്കുമോർ തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭാ സന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. ആർക്കുമോർ നമ്മുടെ കർത്താവായ ശിവശിയാട് വലത്ത് കൈ കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും ദൈവാനിശ്ചയത്തിലുള്ള മോതിരത്തോടുകൂടി അവിടുത്തെ കൃപയും അനുഗ്രഹങ്ങളും ലഭിക്കുമാറാകട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായ വലത്ത് കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടി ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ.
കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണ്ണമായ വലത്തുകൈ അദൃശ്യമാനെങ്കിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധസ്ലിഹന്മാരെന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് യുവാനീശ്വരൻ്റെ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോട് ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതികരേറ്റുകയും ചെയ്യുമാറാകട്ടെ. പാർക്കുമോർ വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തൻ്റെ മശീഹ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിൻ്റെയും റബേക്കാവുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളിനെ തൻ്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെ ഇവരിൽ നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശോശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം തമ്പുരാൻ ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പരിപാവനമായ വിവാഹത്തിൻ്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹസമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നുള്ള സത്യവിശ്വാസം ഇവരെ നീ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്ക് അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീപായാൽ ഈ മണവാളിനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. സഭയാം തിരുസഭയാമേ, ഞാൻ അത്യുന്നതരുടെ മണവാട്ടി. വീട്ടൊരു മണവാളൻ തന്നെ. സൃഷ്ടികളതിലതിശയമാണ്ടു മഹിമയടിഞ്ഞു ഞാൻ ധന്യ.
നിയോഗിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. ആമേൻ. എല്ലാവർക്കും അല്പസമയം അതാത് സ്ഥാനങ്ങളിലിരിക്കാം. മണവാളിനും മണവാട്ടിയും കസേര ഇപ്പോൾ വരുന്നതാണ്, അതിൽ ഇരിക്കാം. ഈ സമയം വന്ദിനായ കുര്യൻ ദാനിയേലച്ചൻ ഈ മണവാളിനെയും മണവാട്ടിയും ആശീർവദിച്ചുകൊണ്ട് സംസാരിക്കും. ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ. വന്ദിനായ സക്കറിയ കോർ എപ്പിസ്കോപ്പ, വന്ദിനായ വൈദിക സഹോദരങ്ങളെ, പ്രിയ മണവാള മണവാട്ടി, കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രിയ മകൻ കുരുവിളയും പ്രിയ മകൾ ഷെറിനും ഈ അനുഗ്രഹീത ദൈവാലയത്തിൽ പരിശുദ്ധ ബലിപീഠത്തെയും ഈ ആരാധനാ സമൂഹത്തെയും സാക്ഷി നിർത്തി അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതത്തിലേക്ക് വിവാഹ ശുശ്രൂഷയിലൂടെ പ്രവേശിക്കുകയാണ്. കുടുംബജീവിതം ദൈവകൽപ്പിതവും അത് ഒരാജീവനാന്ത ബന്ധവുമാകുന്നു. മോതിരവാഴ്വിൻ്റെ ശുശ്രൂഷയുടെ സമാപനത്തിൽ ഇപ്പോൾ വായിച്ചു കേട്ട ചെറിയ പ്രാർത്ഥന ആരംഭിക്കുന്നത് ദൈവത്താൽ നീതീകരിക്കപ്പെട്ട സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്നവരെ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ്. മറ്റൊരു കൂദാശയെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും അങ്ങനെ പറയുന്നില്ല. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട സാക്ഷ്യം എന്ന ഒരു പേര് വിവാഹ ശുശ്രൂഷയ്ക്ക് നൽകുവാൻ കാരണം അത് ദൈവകൽപ്പിതമായതുകൊണ്ടാണ്. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് ദൈവം അവന് തക്കതായ തുണയെ നൽകിയെന്ന് ആദ്യ പുസ്തകത്തിൽ നാം വായിക്കുന്നു. അവരുടെ ജീവിതത്തിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും തമ്പുരാൻ ഒരുക്കി. ദൈവസന്നിധിയിൽ നിന്ന് അവർ അകന്നുപോയപ്പോൾ അവരെ അടുപ്പിക്കുവാൻ തക്ക എല്ലാ ക്രമീകരണങ്ങളും തമ്പുരാൻ ചെയ്തു. പ്രിയപ്പെട്ട മണവാളനെ കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെയും വൈദിക സഹോദരനായിരുന്ന് കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ പ്രിയ പിതാവ് ഗിവർഗീസ് രാമച്ചാച്ചയെ ഞാൻ ഓർക്കുകയാണ്. പൂർവ്വപിതാക്കന്മാരുടെ എല്ലാം മധ്യസ്ഥതയും പ്രാർത്ഥനയും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവർ അനുഗ്രഹിക്കപ്പെട്ട ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. വിവാഹ ശുശ്രൂഷയുടെ ആദ്യ ഭാഗം മോതിരവാഴ്വിൻ്റെ ശുശ്രൂഷ ഇപ്പോൾ കഴിഞ്ഞു. തൻ്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൃത്വനാമത്തിൽ പ്രധാന കാർമ്മികൻ ഇരുവർക്കും മോതിരങ്ങൾ നൽകി. ആമോസ് ദീർഘദർശിയുടെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെ നാം കാണുന്നു: ഡു ടു വോക്ക് ടുഗദർ എക്സെപ്റ്റ് ദേ ഹാഡ് എൻ എൻഗേജ്മെൻറ്റ്. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ എങ്ങനെ ഒന്നിച്ചു നടക്കും എന്നാണ് അതിൻ്റെ മലയാള പരിഭാഷ. ഭവനക്കാർ തമ്മിൽ പറഞ്ഞ് ഒത്തതായ വിവാഹം സഭയുടെ മുൻപാകെ സഭയാൽ ഇന്ന് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അവർ പരസ്പരം മോതിരം നൽകുകയല്ല, കാർമ്മികൻ അവർക്ക് മോതിരം നൽകുകയാണ് ചെയ്തത്. റിംഗ് ഈസ് റിയലി എ സിംബൽ ഓഫ് പെർഫെക്ഷൻ. അത് പൂർണ്ണതയുടെ പ്രതീകമാണ് മോതിരം. അതൊരു വൃത്തമാണ്. അതുകൊണ്ട് അതിന് ഒരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്ന അർത്ഥങ്ങൾ വളരെ വലുതാണ്. വിവാഹ ജീവിതത്തിന് ഒരു കെമിസ്ട്രി ഉണ്ട്. വിവാഹ ജീവിതത്തിന് ഒരു മാത്തമാറ്റിക്സ് ഉണ്ട്. വിവാഹ ജീവിതത്തിൻ്റെ മാത്തമാറ്റിക്സ് 1+1 എന്നാണ്, 2 എന്നല്ല. വിവാഹ ജീവിതത്തിൻ്റെ കെമിസ്ട്രി വാട്ടർ എന്നാൽ H2O, ഹൈഡ്രജനും ഓക്സിജനും തീ കത്തിക്കുന്നതാണ്, എന്നാൽ വെള്ളം തീ കെടുത്തുന്നതാണ്. ഇതിൻ്റെ എല്ലാം വിശദീകരണം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ വിവാഹ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സംഗതി അതിൻ്റെ തിയോളജിയാണ്. മണവാളൻ
സത്യമണവാളനായ കർത്താവിൻ്റെ സ്ഥാനത്തും മണവാട്ടി സത്യമണവാട്ടിയായ സഭയുടെ സ്ഥാനത്തുമാണ്. കർത്താവ് മണവാട്ടി സഭയ്ക്ക് വേണ്ടി തൻ്റെ ജീവൻ അർപ്പിച്ചതുപോലെ അത്രയ്ക്ക് ത്യാഗനിർഭരത മണവാളനിൽ നിന്ന് സഭ പ്രതീക്ഷിക്കുന്നുണ്ട്. മണവാട്ടി സഭ മണവാളനോട് 101% വിശ്വസ്തയായിരുന്നതുപോലെ അത്രമാത്രം വിശ്വസ്തത മണവാട്ടിയിൽ നിന്ന് മണവാളനും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരുമയോടെ തീരുമാനങ്ങളെടുത്ത് ഒരുപാട് ഭാവനകൾ മെനഞ്ഞുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അവരെ നാം എല്ലാവരും ചേർന്ന് അനുഗ്രഹിക്കുകയാണ്. അതൊരു കുടുംബത്തിൻ്റെ തുടക്കം മാത്രമല്ല, ഒരു തലമുറയുടെ തുടക്കമാണ്. തക്ക സമയത്ത് അവർ അതിനെ തുനിഞ്ഞതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. യുവതികളും യുവാക്കന്മാരും അവരുടെ വിവാഹം പരമാവധി മുൻപോട്ട് തള്ളി നീക്കുവാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. 30, 35, 40 ഒക്കെ ആയാലും എന്തിനാ ധൃതി, അല്പം കൂടെ പോകട്ടെ എന്ന് കരുതുന്ന ഒരു സമയത്ത് പ്രിയ കുരുവിളയും ഷെറിനും ഉചിതമായ പ്രായത്തിൽ അതിന് മനസ്സുവെച്ചതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഇനി നടക്കുന്നത് കിരീടവാഴ്വിൻ്റെ ശുശ്രൂഷയാണ്. കർത്താവിൻ്റെ ജയകരമായ കുരിശ് കിരീടമായി വാഴ്ത്തി ഇവരെ അണിയിക്കുവാനായിട്ട് പോകുകയാണ്. കുരിശ് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും രക്ഷയുടെയും എല്ലാം അടയാളമാണ്. അതേസമയം തന്നെ ത്യാഗത്തിൻ്റെ അടയാളവുമാണ്. അത് ഇരുവരും പ്രത്യേകം ഓർത്തിരിക്കണം. എ ഹൗസ് ഈസ് ബിൽറ്റ് ബട്ട് എ ഹോം ഈസ് ടു ബി ഡെലിബറേറ്റ്ലി മെയ്ഡ് എന്ന ഒരു വാചകമുണ്ട്. കാശുണ്ടെങ്കിൽ, വൈദഗ്ധ്യമുണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ കെട്ടിടവും കെട്ടിപ്പൊക്കാം. പക്ഷേ ഒരു ക്രൈസ്തവ ഭവനം കെട്ടുപണി ചെയ്യണമെങ്കിൽ ബോധപൂർവം നമ്മൾ തുനിഞ്ഞെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ആ കെട്ടുപണിക്കുള്ള മൂലധനം ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിങ്ങൾക്ക് നൽകുകയാണ്. അത്യാവശ്യം വേണ്ട പ്രബോധനങ്ങൾക്കൊഴികെ ബാക്കി എല്ലാവരും കർത്താവിൻ്റെ ബലിപീഠത്തെ നോക്കി നിന്ന് ഇവർക്ക് വേണ്ടി അപേക്ഷിക്കുകയാണല്ലോ. നമുക്കെല്ലാം അറിയാം, കല്യാണം കഴിഞ്ഞ് ഹാളിൽ നമുക്കെല്ലാം വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാവും. അതെല്ലാം സെക്കൻഡറിയാണ്. പ്രൈമറി എന്ന് പറയുന്നത് ഇവർക്കൊരു ക്യാപിറ്റൽ നമ്മളിന്ന് കൊടുക്കുന്നു, അത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ രാജീവനാന്ത ബന്ധമായി സന്തോഷത്തോടെ സംതൃപ്തിയോടെ അവർ കഴിയുവാൻ തക്കവണ്ണമാണ്. വിവാഹത്തെക്കുറിച്ച് രസകരമായ ഒരു കമൻ്റുണ്ട്. ഇറ്റ് ഈസ് 5 moments of anxiety, 5 months of honeymoon, 5 years of argumentation and the rest whole years of toleration. അങ്ങനെ ആവാതിരിക്കട്ടെ. കെട്ടാനൊക്കെ പഠിച്ചാലും കെട്ടുന്ന സമയത്ത് കൈയൊന്ന് വിറയ്ക്കും. ആ വിറയൽ നല്ലതാണ്, ചുമതലകളെക്കുറിച്ചുള്ള ബോധമാണ്. എന്നാൽ അതിന് കഴിഞ്ഞിട്ട് 5 months of honeymoon and after that 5 years of argumentation. നിങ്ങളുടെ കല്യാണത്തെക്കുറിച്ചല്ല പറയുന്നത്. അതെല്ലാം കഴിഞ്ഞ് ടോളറേറ്റ് ചെയ്ത് കഴിയുന്ന ഒരുപാട് വിവാഹ ബന്ധങ്ങളുണ്ട്. ഒരിക്കലും കൂട്ടിമുട്ടാത്ത 2 പാരലൽ രേഖകളായിട്ടല്ല, മറിച്ച് ഒരു അരുവി വേറൊരു അരുവിയോട് ചേർന്ന് ഒരുമിച്ച് ഒഴുകുന്ന ഒരു വലിയ അരുവിയായിട്ട് ഈ പരിശുദ്ധ ദേവാലയത്തിൽ ദൈവം ഇവരെ കൂട്ടിച്ചേർക്കുകയാണ്. Let Christ be the foundation of your family life. You need to put your base upon that rock, and that rock is Jesus Christ. യേശുക്രിസ്തുവാകുന്ന പാറമേൽ നിങ്ങൾ അടിസ്ഥാനമിട്ട് ഭവനം പണിതാൽ അത് സുസ്ഥിരമായിരിക്കും. ലിയോ ടോൾസ്റ്റോയ് വിശ്വവിഖ്യാതനായ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വവിഖ്യാതമായ കൃതിയാണ് അന്നാ കരീനീന. അതിൻ്റെ ആദ്യ താളിൽ അദ്ദേഹം കുറിച്ചു, ഹാപ്പി ഫാമിലീസ് ആർ ഹാപ്പി because of a single reason, and unhappy families are unhappy because of various reasons. And what is that single reason? And that single reason is unadulterated love. ഒരു കലർപ്പുമില്ലാത്ത നിഷ്കളങ്കമായ നിരപവാദ്യമായ നിസ്തന്ത്രമായ സ്നേഹമാണ് നിങ്ങളിൽ നിന്ന് സഭ ആഗ്രഹിക്കുന്നത്. ലിയോ ടോൾസ്റ്റോയ് കുടുംബജീവിതത്തിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ തന്ന ആളല്ല, അനുകരണീയമായ പാഠങ്ങൾ തന്ന ആളല്ല. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം എഴുതിയത്. പഴയകാലത്ത് ഹിറ്റായ ഒരു ഹിന്ദി പാട്ടുണ്ട്, ദോസ്ത് ദോസ്ത് നാരഹ, പ്യാർ പ്യാർ നാരഹ, സിന്ദഗി കി ഭാഗുമേം അകേലാരഹ. സ്നേഹം സ്നേഹമല്ലാതായി, സ്നേഹിതൻ സ്നേഹിതനല്ലാതായി, ജീവിതത്തിൻ്റെ വഴിത്താരയിൽ ഞാൻ ഏകനായി. ഇന്ന് സംഭവിക്കുന്ന കാര്യമാണ്. നിഷ്കളങ്കമായ സ്നേഹം നിങ്ങളിൽ വ്യാപരിച്ചാൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം കെട്ടുപണി ചെയ്യാം. 4 കാര്യങ്ങൾ അതിന് വേണം. കമ്പിവാചകം പോലെ പറയാം.
ഒന്ന് കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്, ദൈവ സംസർഗം. 2 കമ്മ്യൂണിക്കേഷൻ ഇൻ ബിറ്റ്വീൻ യു, നിങ്ങൾ തമ്മിലുള്ള പരസ്പര ആശയ സംവദനം, കമ്മ്യൂണിക്കേഷൻ. ഒന്നും ലഘുവായിട്ട് കാണരുത്. 3 ഒന്നുള്ളത് കൊമ്മമറേഷനാണ്, നിങ്ങളെ നിങ്ങളാക്കിയവരെ ഒരിക്കലും മറക്കരുത്. 4 ഒന്നുണ്ട്, അത് കമ്മിറ്റ്മെൻ്റാണ്. യു ആർ കമ്മിറ്റഡ് ടു ദ സൊസൈറ്റി, യു ആർ കമ്മിറ്റഡ് ടു ദ ചർച്ച്, യു ആർ കമ്മിറ്റഡ് ടു ബോത്ത് ദ ഹൗസസ്. ഇതൊന്നും നിങ്ങൾ മറക്കരുത്. ക്രിസ്തുവാകുന്ന പാറമേൽ ഈ കമ്മ്യൂണിയനും കമ്മ്യൂണിക്കേഷനും കൊമ്മമറേഷനും കമ്മിറ്റ്മെൻറ്റും ആകുന്ന 4 ചുവരുകൾ നിങ്ങൾ പണിതാൽ തമ്പുരാൻ നിങ്ങൾക്കൊരു മേൽക്കൂര ഇടും ആ ഭവനത്തിന്. ആ മേൽക്കൂരയാണ് ഗ്രേസ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ കൃപ എന്ന് പറയുന്നത്. ഞാൻ കല്യാണം കഴിച്ചിട്ട് 40 കൊല്ലം കഴിഞ്ഞിപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് കഴിയുന്നത്. കൃപയാകുന്ന മേൽക്കൂര കുടുംബമാകുന്ന വ്യവസ്ഥിതിക്ക് മുകളിലുണ്ടെങ്കിൽ സൗന്ദര്യപ്പിണക്കങ്ങളുണ്ടാവും, ആശയവൈരുദ്ധ്യങ്ങളുണ്ടാവും, പക്ഷെ അതിനെല്ലാം അല്പായുസായിരിക്കും. ദൈവം അനുഗ്രഹത്തോടെ മുൻപോട്ട് വഴി നടത്തും. എല്ലാവരും ഇതറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമാണ്. വീട്ടിൽ അസ്വാരസ്യങ്ങളുണ്ടാവും. ഈവൻ ഫോർ പെറ്റി റീസൺസ് ഇന്ന് ഡിവോഴ്സ് നടക്കുന്ന കാലമാണ്. വിട്ടോടുകയാണ്. കുഞ്ഞുങ്ങളുള്ള അമ്മമാർ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും വിട്ടേച്ചു പോകുന്ന കാലമാണ്. അതുപോലെ ഉത്തരവാദിത്വമുള്ള ഭർത്താക്കന്മാർ ഭാര്യമാരെ വിട്ടുപോകുന്ന കാലമാണ്. നിസാര കാരണങ്ങൾ മതി. ഇതെല്ലാം നമുക്ക് മുൻപിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. ദൈവം തമ്പുരാൻ നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിങ്ങളുടെ വിവാഹത്തിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അടുത്ത വർഷം 2ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഓരോ ആനിവേഴ്സറികളും കഴിയുമ്പോൾ കൂടുതൽ സന്തോഷിക്കുവാൻ കൂടുതൽ ആളുകൾ നിങ്ങളുടെ ഭവനത്തിലുണ്ടാവട്ടെ. നിങ്ങളുടെ കുടുംബത്തിലേക്ക് കുഞ്ഞുങ്ങൾ വരട്ടെ. നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം കണ്ട് ഞങ്ങൾക്കെല്ലാം സന്തോഷിക്കാനിടയാവട്ടെ എന്ന് എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എഴുന്നേൽക്കാൻ നമുക്ക് കീഴവാഴ്വിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും 2 ലോകങ്ങളിലും എന്നുമെന്നേക്കും ചെയ്യപ്പെടുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, അനശ്വരമായ വിരുന്നിനും അഴിവില്ലാത്ത മണറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. കർത്താവെ, അവരുടെ കൂട്ടത്തിലും ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ബാറയ്ക്കും ഓർഹോശോ വബുക്കുൽ സ്ബാൻ ലവൽ മീൻ. വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ സഹായിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ
നൽകോലം ഉൽമീനാമേ. മിസ്രന് യോസേപ്പിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസനെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. കർത്താവെ, പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ടുവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവയും സന്തോഷോല്ലാസങ്ങളോടുകൂടെ അവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുക്കുൽ സുബാൻ ലവൽ മേ. സ്വർഗത്തിൽ സഭയെ കാന്തൻ സ്ഥാപിച്ച വാഗ്ദത്തം സ്വർഗീമേവും ശുൽത്തോനെന്ന ഹൈലേയർക്കോ ശിവരേഖ നിന്നെ മേലാക്കി സ്തോമൻ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ തമ്പുരാനെ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്ക് നിലനിൽക്കുന്നതുമായ സ്വയംഭൂവും മാലാഖമാർത്തിന്റെ സിംഹാസനത്തിൽ നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനാദിന്ത വചനവും തൻ്റെ ബഹുലമായ കരുണനിമിത്തം ഞങ്ങൾ എല്ലാവരുടെ മേൽ ദൈവതോന്നി തിരുസനിലേക്ക് ഞങ്ങളെ തിരിവരുത്തുകയും തന്നെ ധന്യമായി പോരുന്ന ഞങ്ങളുടെ പ്രവൃത്തിയെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കേനും തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് ക്രീഡം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സ്ഥലത്തും ബന്ധുമായിരിക്കുന്നവനും തൻ്റെ വല്ലഭത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ ക്രീഡങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ ക്രീഡങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളും നേരങ്ങളും കാലങ്ങളോടെ ഞങ്ങൾ ആയുസ്സോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങയ്ക്ക് യോഗ്യമാകുന്നു. ബഹുലഹുന്യവുമോ സ്വധായ സ്വർഗീയ സേനകളും ഭയന്ന് പറച്ചോണ്ട് മോഹത്തപ്പെടുത്തുകയും മഹോന്നതങ്ങളെ അഗ്നിമാന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാപ്രഭാവത്താലും നിസിമമായ നിന്റെ ദൈവാലും നിസാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങൾ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകൾ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങൾ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവെ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും ശ്രേഷ്ഠമായ അധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകാൽ ഇവിടെ സന്നിധരായി നിന്റെ കണ്ണെടുത്തിലും ദേവന്റെ തണ്ണൽ അഭയം പ്രാപിച്ചിരിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവർത്തികളൊത്തുവരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥയും രക്ഷയും നൽകിയവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം
ന്യായപ്രമാണ മാർഗത്തിനവരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവീയമായ വ്യാപാരങ്ങൾ ഏർപ്പെട്ട് ലാഭം ഉണ്ടാക്കുന്നതിനുമായി തിരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാവമരണമുള്ളവരും വിദൂരസ്ഥരുമായി വർത്തിക്കുമാറാകണമേ. എൻ്റെ പരിശുദ്ധ ഭാഗത്തേക്ക് അടുത്ത് വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താനദാസനോട് രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഹൃദയങ്ങളെയും യോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മമുദ്രത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനരാജനത്തിലും ദീക്ഷണമുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ ഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായോട് വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകുല സുബ്ഹാനൽ പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. സുന്ദരികളിൽ അതിസുന്ദരി നീ, ജാതികളിൽ സൂനും നൃപതിശലോമോ വിമലസഭേ നിന്നെ നാളീപൂവിൻ അധരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം നീസാൻ കുസുമസമ സഭയെ സകലവിധം സുമുഖി നീ കരത്തീണ്ടാത്തോൾ ശ്രീബായെ വന്നിപ്പതിനാൻ രാജാവാശിഹ ഹാലേലൂയ കാക്കുന്നോ നിന്നെ ബാരക്കുമോ പട്ടണത്തിൽ കല്യാണ വിരുദ്ധനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായി വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൻ്റെ മുൻപാകെ തല നമിച്ചു നിൽക്കുന്ന ഈ ദാസരെ സുഗന്ധതവും അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞ നിന്റെ വലത്തുറക്കർ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ള വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്ത വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കണമേ. ഞങ്ങളിവരും നിന്റെ വലഭാഗയിൽ നിന്നുകൊണ്ട് നിന്റെ മഹാകരുണയെ കാണുകയും നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബ്കുൽ സുബാൻ ലവൽമേ. നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരം വേറൊരുവൻ വന്നറിയിച്ചാൽ മാനവനെങ്കിലുമാദൂതൻ താനേൽക്കും സഭയും ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ച
പാറിച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം കൈക്കൊണ്ട് അവസാനിപ്പിപ്പോ ധന്യൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസ്യരുടെ ലേഖനത്തിൽ നിന്നും ആഹായി പാർക്കുമോ ശ്രീഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനു വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. മിശിഹാവിന്റെ സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. എന്നാൽ മഷിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സമമഷിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവർ ഭർത്താക്കന്മാരെ സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മഷിഹ തൻ്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്ത പോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇതവളെ കറയുമോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് നിനക്ക് സൃഷ്ടിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരം എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹ സഭയ്ക്ക് വേണ്ടി എന്ന പോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘാശുലിരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടെ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായി പാർക്കുമോ ഹല്ലേലൂയ ഹല്ലേലൂയ മോദിക്കട്ടെ പരം നാഥാ നിൻ ശക്തിയിലും രക്ഷയിലും നൃപനീ മടക്കത്തോടും ഭയത്തോടും മടക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. പാർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാകരമായ സുവിശേഷത്തിൽ നിന്നും വന്നവനും പരിപാലിക്കുന്നവനുമായി വാഴ്ത്തപ്പെട്ടവനാവുന്നു നമ്മുടെ ശിശുവായി തന്നെ സ്ത്രീകളും നാം എല്ലാവരുടെ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. വിശുദ്ധമ്പുരാൻ ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീഷന്മാരെടുത്ത് ചെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തൻ്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട്
ഭാര്യയോട് ചേർന്നിരിക്കുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരക്കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്ഡന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെടുന്നവരുമുണ്ട്. സ്വർഗരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. പാർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. നിർമ്മലയാം സഭ കണ്ടപ്പോൾ അമ്പിളി തുല്യം ക്രമമായി നിന്നി അഖിലാധിപനം നിൻപ്രാഗൽഭ്യത്തെ വിധി പോൽ ഭംഗ്യ ഘോഷിച്ചു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. മകുടം ഘോഷമിറങ്ങുന്നു, മണവാളനെ ആചാര്യൻ അണിക്കും മകുടം രമ്യം. അൻപാലിംബം നൽകാ മുടിയാൽ മണവാളെന്നും മണവറയ മണവാട്ടിക്കും. വാനീന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു, മണവാളനെ ആചാര്യൻ അണിക്കും മകുടം രമ്യം. വാനീന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു, മണവാളനെ ആചാര്യൻ അണിക്കും മകുടം രമ്യം. ശാശ്വതശാലാധീശ സത്യമണാള ശീഘ്രം സവിതമണന്നീടണമേ സദനം സന്തോഷിക്കാം. കർത്താവ് നിന്നെ നീതിയും കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. വാനീന്നുടയോൻ കൈ
അണിയിക്കും മകുടം രമ്യം. അനിതുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു. മണവാട്ടിയാചാര്യൻ അണിയിക്കും മകുടം രമ്യം. ദമ്പതികൾക്ക് ഇടുവാൻ മശിഹാകൃപനാൻ രചിതം മകുടം പാരം രുചിരം. അനിതുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു. മണവാട്ടിയാചാര്യൻ അണിയിക്കും മകുടം രമ്യം. മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോടു സദൃശം. മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോടു സദൃശം. നീതിയും കിരീടവും അക്ഷയഭംഗിയുമുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരയേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. ഹാശോ വബ്ഗുൽസ് ബാലവൽമീ. മനുഷ്യജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമായ തൻ്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മശിഹ തൻ്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലതുകൈ വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോട് കൂടെ ഇരുന്ന് ആകൽക്കർസായുടെ വഞ്ചനയിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും, ഇസഹാക്ക് യാക്കോബിലും, യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകയും ഭൂമിയിൽ നിറയുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യോസേപ്പിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും
അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രൈനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധർവായിക്കും സ്തുതി കരയേറ്റാം. ആയതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. തോട്ടം നട്ടോരേ നീയാടൻ യുവമണവാളൻ നിന്തോട്ടീരൻ പേർക്കാർ വിശിച്ചിടുക കുളിർത്തന്നൽ അവകാശധനം മുദ്രിതമാക്കി പീഡകള അടിമ വിടൂർത്തി സ്വർഗത്തിൽ പന്തിലെന്നെ നീയേറ്റി ശുഭമാകേണം സ്തുതി പാടാൻ കിന്നരമേന്തി സ്തോത്രം ചെയ്യുവാൻ ഇവരുടെ വായ്കളെ വാഴ്ത്തിയിടേണം. പ്രാർത്ഥന കേട്ടി ആത്മാക്കളുടെ കൃപ ചെയ്യണം. വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ വരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീവായുടെയും വെടിപ്പുള്ള എവങ്കേലിയോൻ്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം വരമേൽപ്പിക്കുന്നു.
എനിക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാലിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദേവജനനിയുമായ വിശുദ്ധ കന്യക മർത്തമറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശുമിശിഹായുടെ വലതു കൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. ബാറയ്ക്കുമോർ, വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്കെല്ലാവർക്കുമാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചോളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള കന്യക മർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെ സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകവും പിതാവിൽ ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവൻ സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൽക്കുമാത്രമായി നിർമ്മിച്ചവരും മനുഷ്യരായ ഞങ്ങൾ രക്ഷിക്കും വേണ്ടി തിരുമത്സാരപ്രകാരം സ്വർഗ്ഗത്തിൽ ഇറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവരും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മുഖത്തോടെയും പരിപാലിക്കുന്നവരും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെ ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോട് വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും ശ്രീയന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും ശുദ്ധിയുടെ ഏകരൂഹായിലും കാതോലികവും ശ്രൈഹികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരിലും പരിപാലിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. പാർക്കുമോ സ്തോത്രകാലം സ്തുതിയിലായിസോ. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയ ഹല്ലേലൂയ നിന്നൊലമായി രാജഭാമിനിയും നിന്നഴകന ജന്മോഹിപ്പാൻ ഹല്ലേലൂയ ഹല്ലേലൂയ നിൻ ജനമോർക്കായിക പിതൃഗ്രഹവും പാർക്കുമോ. ബോല ബോല ബറോവൽ റൂഹോ ഖദീസോ ബെന്നോലം ബാദാമൽ മോലം വൽ ബീനാമേ. ഭക്തർപുകഴ്ച ഭാജനമേ നിന്നുദിച്ചോരേകസുതൻ തൃക്കരങ്ങളിൽ അലിവാൻ പക്കലപേക്ഷയടക്കേണം സൗമൻ കാലോ സ്കുറിയിലായിസോ. മറിയാമിൻ സ്മരണ വരദായകമാകാം
പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിന് കോട്ട പാലിക്കുമോ. ദൈവപ്രസവിത്രി കന്യകമറിയാവിൽ ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം നിർത്തേടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ളേ ഞങ്ങളിലാദ്രത തോന്നിയിടാൻ ഏകാത്മജനോട് നീതിമാൻ പന പോലെ തളർത്തിടുമേ. ഹല്ലേലൂയ. വളരും അവൻ ലെബാനോൻ കാരകിൽ പോൽ. വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ. ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് പുഷ്ടികളും പാലിക്കുമോ. മെൻപോലം വാനാമുൽമോലം പൊൽമീനാമീൻ പോലിങ്ങും മാർത്തോമാർ ഗ്രിഗോറിയോസ് മേലും പിന്നോർമ ഉദകണമേ നിൻ പ്രാർത്ഥനവിൽ ഓർമ്മയെ ബഹുമാനിച്ചോർക്കാം. സൗമൻകാലോസ് കുരീനായിസോ. ഭാഗ്യം നിബിയർക്കും ഭാഗ്യം ശ്രീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനെ പാലിക്കുമോ. മിശിഹായെ കാണാൻ കാംക്ഷിച്ചൊരു സഹദേ വാളാൽ ചിറകുകൾ ഉന്നത പദമേറി മുറിയോരാനെ മലയിലോ ആധാരം. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി വഴികളെയും തൻ കോപത്തിൻ വഴികളെയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകും. ആത്മീയമായ വിവാഹ ശുശ്രൂഷയെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളാൽ നിങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കളെയും പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവയെ ബലഹീനവും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുത്തെ ഉന്നതവും ശ്രേഷ്ഠവുമായ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായി ആക്കി തീർക്കുമാറാകട്ടെ. ആബോ ബ്രോ റൂഹോ കാദീഷോ ഹോഷോ അബുക്കുൽ സുബാൻ ലോൽ മീൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട് അനുഗ്രഹകരമായ വിവാഹ കൂദാശ ഇവിടെ സമാപിക്കുകയാണ്. ഈ വിവാഹ കൂദാശയിൽ വന്നുയർന്ന എല്ലാവരോടും പ്രത്യേകമായ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. ഈ വിവാഹ കൂദാശയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട ജേക്കബച്ചൻ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ റാന്നി പെരുന്നാട് ബദനി ആശ്രമമാണ്. കുന്നംകുളം സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിട്ട് ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള പ്രത്യേകമായ സ്നേഹവും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ സഹകാർമ്മികരായിരുന്ന ബഹുമാനപ്പെട്ട സക്കറിയ കോറബിസ്കോപ്പ അച്ഛനോടും ബഹുമാനപ്പെട്ട പി ഫിലിപ്പോസ് അച്ഛനോടും ബഹുമാനപ്പെട്ട ബുരക്കലച്ചനോടും ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാ വന്യ വൈദിക ശ്രേഷ്ഠരോടുമുള്ളതായ നന്ദിയും സ്നേഹവും ഇരുഭവനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. ഈ വിവാഹ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹകരമായ ഗായക സംഘം പാട്ടുകൾ പാടിയ ബഹുമാനപ്പെട്ട ജോണച്ചനോട് പ്രത്യേകിച്ച് കൂടെ വന്നിട്ടുള്ള കുഞ്ഞുങ്ങളോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. ഈ വിവാഹ ഉദാശയിൽ ക്ഷണിക്കപ്പെട്ടവരായി കടന്നു വന്ന് ആദ്യോടൊപ്പം സംബന്ധിച്ച എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഏറ്റവും വലുതായിട്ട് ഈ ദേവാലയത്തിൽ വെച്ച് ഈ വിവാഹ ഉദാശ നടത്തുവാൻ തക്കവണ്ണം അതിനു വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെയും ചെയ്തു തന്ന നിരണം വലിയ പള്ളിയുടെ ആദരണീയരായ വികാരി ബഹുമാനപ്പെട്ട ഷിബു അച്ഛനോടും അതുപോലെ തന്നെ അസിസ്റ്റന്റ് വികാരി ജിതിൻ അച്ഛനോടും പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴേ വധുവരന്മാർക്ക് അവരുടെ ജീവിതത്തിൽ കുടുംബജീവിതത്തിലെ ആദ്യത്തെ സമ്മാനമായിട്ട് കർത്താവിൻ്റെ തിരുവചനം ബഹുമാനപ്പെട്ട സക്കറിയ കോറബിസ്കോപ്പ അച്ഛൻ ഇരുവർക്കും നൽകുന്നതാണ്. അതിനുശേഷം വധുവരന്മാർ നേർച്ചയിട്ട് വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നതായിരിക്കും.
this ground where we are standing, holding dreams with open hands against the sky. So clear, it's better than we planned it. This rising sun was meant for you and I. We see it now, the story comes together. Beauty lives in every chapter. We feel it now, nothing could be better. You and me, chasing down forever after. This truth, these words that we have spoken, giving purpose to the hope that we have found. There's proof in the days that lay before us, finding meaning in these moments playing out. We see it now, the story comes together. Beauty lives in every chapter. നമ്മുടെ മണവാളനും മണവാട്ടിയും സ്റ്റേജിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കാര്യങ്ങളിലേക്ക് ഉടനെ പ്രവേശിക്കുകയാണ്. അവരോടുകൂടി അവരുടെ മാതാപിതാക്കളും ദയവായിട്ട് സ്റ്റേജിലേക്ക് കടന്നു വരാവുന്നതാണ്. ഇപ്പോൾ വധുവരന്മാർക്ക് കുടിക്കുവാനായിട്ട് നൽകാം. Nothing could be better. You and me, chasing down forever after. The story comes together. Beauty lives in every chapter. We feel it now, and nothing could be better. You and me, chasing down forever. കർത്താവേ, കൃപയാൽ ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും നീയുള്ള ആഹാരത്തെ നിന്റെ മനോഹരത്തെ ഓർത്ത് നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്ത് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ.
It's your constant love that gives me strength. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. This is the start of something beautiful. When the wind moves along your face, it captures everything I long to say. So don't look back, love, and don't you wait. Just say you'll run with me, come what may. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. 'Cause this is the start of something beautiful. Something beautiful. Here we stand, the world awaits. It's your love I know that gives me strength. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. This is the start of something beautiful. It's like running through an open door. It's like finding what you're looking for. We've been waiting, we won't wait no more. Every season, every memory made, all the dreaming led us here today. Can you see it? We got a beautiful story. Every moment on and
beautiful story. Every moment on and on, we got a beautiful story. And we've only just begun. The best is yet to come. The best is yet to come. The best is yet to, the best is yet to come. ஏனிதயம் உடைத்தாய் நொறுங்கவே என் மறு இதயம் தருவேன் நீ உடைக்கவே. You're the light, you're the night, you're the color of my blood. You're the cure, you're the pain, you're the only thing I wanna touch. Never knew that it could mean so much, so much. You're the fear, I don't care, 'cause I've never been so high. Follow me to the dark, let me take you past our satellite. You can see the world you brought to life, to life. So love me like you do, la la, love me like you do. Love me like you do, la la, love me like you do. Touch me like you do, ta ta, touch me like you do. What are you waiting for? Paradise, every inch of your skin is a holy grail I've gotta find. Only you can set my heart on fire, on fire. Yeah, let you set the pace, 'cause I'm not thinking straight. My head's spinning around, I can't see clear no more. What are you waiting for? So love me like you do, love me like you do.
Looking out on my rocket ship as I fly away, away. All the bad guys out of sight, got my army by my side. Faster than the speed of light, we fly away, away. From a constellation where I'm a superhero, like I'm in an animation. Life is full of color and beautiful people who make our world magical and light up. Beautiful people, they call us Happy birthday to you. Happy birthday, dear Shay. Happy birthday to you. Happy birthday. Happy birthday. My arm stretched to the west, passing by a shooting star down to the earth. We are heroes of our time, maybe of a different kind. No one can change our mind. We don't run away, away from a constellation where I'm a superhero, like I'm in an animation. Life is full of color and beautiful people who make our world magical and light up. Beautiful people, they call it supernatural and light up. ഞങ്ങളുടെ പിതാവേ, വേണ്ടി എപ്പോഴും കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവാണ്, ഈ സായാഹ്ന സമയത്ത് കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം കഴിഞ്ഞ കർത്താവേ കുഞ്ഞിൻ്റെ ഭവനത്തിലേക്ക് നമ്മൾ ചേർന്നിരിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവെ നീ അനുഗ്രഹിച്ചതിനാണ് നീ ഇവിടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ വിവാഹ ഉദാശകളൊക്കെയും ഭംഗിയായി നിറവേറ്റുവാൻ്റെ കോണം അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ച വലിയ കൃപയ്ക്കായി നന്ദി ഇവിടെ സ്തുതിക്കുന്നു, സ്തോത്രം. ഇരു കുടുംബങ്ങളിലായിരുന്ന ഞങ്ങളെയൊക്കെയും കർത്താവെ നിൻ്റെ നിയോഗപ്രകാരം ദൈവത്തിൻ്റെ ഉദാശയിലൂടെ ഞങ്ങളുടെ ഒന്നിച്ച് ചേർന്നിരിക്കുകയാണ്. ഈ ദമ്പതികളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളെ കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ എപ്പോഴും ഈ കുഞ്ഞുങ്ങളെ മേൽ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് പോകേണ്ട വഴി അവർക്ക് കാണിച്ചു കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ ദൈവസ്നേഹത്തിലും ദൈവകൃപയിലും വളരുവാൻ തോന്നും. അവരുടെ കുടുംബത്തിന് ധാരാളമായ നീ സ്വർഗീയ കലവറ തുറന്ന് കരുണയുടെ കലവറ തുറന്ന് അവരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജനനം മുതൽ കർത്താവെ നീ സഹായിച്ചു, അവരുടെ വളർച്ചയെ നീ സഹായിച്ചു, വിദ്യാഭ്യാസത്തെ സഹായിച്ചു, അവരുടെ ജോലിയെ സഹായിച്ചു. കർത്താവെ കുടുംബത്തിൽ കർത്താവെ ഒരുമിച്ച് ജീവിക്കാനും ഒരുമിച്ച് വളരുവാനും തോന്നണം ഞങ്ങളൊക്കെ നീ നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യും. പ്രത്യേകിച്ച് കർത്താവെ സുഖയും അശ്വനും ഇന്ന് ഒരു ശരീരമായി തീർന്ന കർത്താവെ ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും അവരുടെ ഭാവി ജീവിതത്തിലുണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരെ കൈപിടിച്ച് നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹം കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളും ആവേശമയോടെ സ്നേഹത്തോടെ ചെയ്യുവാൻ കുടുംബങ്ങളിലെ മാതാപിതാക്കളെ സഹോദരങ്ങളെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അനുഗ്രഹമായി നടത്തിയതാണ്. വലിയ കൃപയ്ക്കായി നന്ദിയോടെ വീണ്ടും വീണ്ടും സ്തുതിക്കുകയാണ്. കർത്താവേ അവരെ അവസാനത്തോളം കാത്തുകൊള്ളുമാറാകണമെന്ന് അവരുടെ ഭാവി കാര്യങ്ങളൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ തലമുറകളെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജോലിക്കാര്യങ്ങളിൽ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദേശ യാത്രകളിൽ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരു കുടുംബങ്ങൾക്ക് കർത്താവേ ഇത് നന്നായി എന്ന് ഇത് ദൈവത്താൽ നടന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം അവരുടെ കുടുംബജീവിതം ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബലഹീനരും കുറവുള്ളവരുമായ ഞങ്ങൾ കർത്താവേ ഓരോരുത്തരും തിരുസന്നിധിയിൽ തലവണങ്ങി നിൽക്കുന്നു.
ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ തൃക്കൈ കൊണ്ട് വാഴ്ച അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ യാത്രകളിൽ കൂടെ ഇരിക്കണമേ. വിവാഹത്തിന് വേണ്ടി ദൂരെയും താരയും വന്ന് ഓരോരുത്തരോട്ട് പ്രാർത്ഥിക്കണം. അവിടെയൊക്കെയും സഹായവും സഹകരണവും ഒക്കെയും ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുക. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഭവനം വെട്ടിച്ചാപ്പാനൊക്കെ സഹായിക്കണം. താഴ്ച ഏൽപ്പിക്കുന്നു. നാലാമത് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഭാവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തുറമുറക്കാതെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കുടുംബങ്ങൾ തന്നെ ഉത്തരാദികളുടെ ഈ നാളിൽ തന്നെ എപ്പോഴും നീ വന്നേ മാറാണമേ.